ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്പോക്കൺ വോളിയൂംസ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഡോക്ടർ വീസിൻ്റെ മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന നോവലിൻ്റെ രണ്ടാം ഭാഗമാണിത്. ഒന്നാം ഭാഗം കേൾക്കാത്തവർ തീർച്ചയായും അത് കേട്ട ശേഷം ഈ രണ്ടാം ഭാഗത്തിലേക്ക് തിരിച്ചു വരിക. എന്നാൽ പിന്നെ നമുക്ക് നോവലിൻ്റെ ബാക്കി ഭാഗം കേട്ടാലോ. കാതറിൻ ഇപ്പോൾ വീണ്ടും ഹിപ്നോനിദ്രയിലാണ്. ഇപ്പോൾ അവളുടെ പേര് എലിസബത്ത്. ഈ ജന്മത്തിലെ തന്റെ കുടുംബത്തെ പറ്റി അവൾ സംസാരിക്കുന്നുണ്ട്. അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും എല്ലാം കുറിച്ച് പറയുന്നുണ്ട്. ഈ ജന്മത്തിലെ അവളുടെ അച്ഛൻ വളരെ ദേഷ്യമുള്ളൊരു വ്യക്തിയാണ്. മാതാവിനെ എപ്പോഴും മർദ്ദിക്കുന്ന ഒരാൾ. മദ്യപാനിയാണ് അയാൾ. ഈ ജന്മത്തിലെ പിതാവിനും എഡ്വേർഡിന്റെ അതേ മുഖമാണ്. ഇതിനു മുമ്പ് അവളുടെ ഒരു ജന്മത്തിൽ ഈ എഡ്വേർഡിന്റെ മുഖമുള്ള ആൾ തന്നെ പിതാവായി വന്നത് അവൾ ഓർത്തിരുന്നല്ലോ. പക്ഷേ ആ ജന്മത്തിൽ എഡ്വേർഡ് വളരെ സ്നേഹസമ്പന്നനായ ഒരു പിതാവായിരുന്നു. എന്നാൽ ഇവിടെ നേരെ തിരിച്ചും അമ്മയെയും മക്കളെയും മർദ്ദിക്കുന്ന ഒരാളായിരുന്നു ഇവിടെ എഡ്വേർഡ്. അതിനുശേഷം അവൾ കുറച്ചുകൂടെ മുൻപോട്ട് ചിന്തിച്ച് താൻ വിവാഹം കഴിച്ചു ജീവിച്ച ആ കാലത്തെ പറ്റിയും പറയുന്നുണ്ട്. പിന്നീട് അങ്ങനെ കഥ മുൻപോട്ട് പോകെ അവൾ വൃദ്ധയായി സ്വന്തം വീട്ടിലെ കിടക്കയിൽ വെച്ച് തന്നെ സാധാരണ രീതിയിൽ മരണമടഞ്ഞുവെന്നും അവൾ ഓർക്കുന്നു. മരണശേഷം അവൾ വീണ്ടും അവൾ ഡെഡ് ബോഡിക്ക് മുകളിലായി ഒഴുകി നടക്കുകയാണ്. അപ്പോൾ അവൾ ഒരു വലിയ വെളിച്ചം കാണുന്നു. ആ വെളിച്ചത്തിന്റെ ഉള്ളിലേക്ക് അവൾ ആകർഷിക്കപ്പെടുകയാണ്. അവളെ ആരോ അതിലേക്ക് വലിച്ചെടുക്കുന്നത് പോലെ. ഇത്രയും പറഞ്ഞ ശേഷം കാതറിൻ നിശബ്ദയായി മൗനം പാലിച്ച് അങ്ങനെ കിടക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും അവൾ പറയുന്നില്ല. ഡോക്ടർ ആകട്ടെ അവൾക്ക് ആവശ്യമായ സമയം കൊടുക്കുന്നുമുണ്ട്. ഇപ്പോൾ അവൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. സാധാരണ കാതറിൻ സംസാരിക്കുന്നത് പോലെയല്ല, വളരെ ജ്ഞാനികളൊക്കെ സംസാരിക്കുന്ന രീതിയിൽ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അവൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു. ഇങ്ങനെയല്ല കാതറിൻ സംസാരിക്കുന്നത്. ഇത് അവൾ സംസാരിക്കുന്നത് പോലെ തോന്നുന്നില്ല. ആരോ അവൾക്ക് പറഞ്ഞുകൊടുത്ത് പറയിപ്പിക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ഇതാരാണ് നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് ഡോക്ടർ കാതറിനോട് ചോദിച്ചപ്പോൾ അവൾ പറയുന്നത്, ഇവിടെ കുറെ മഹാഗുരുക്കന്മാരുടെ ആത്മാക്കളുണ്ട്, അവരാണ് എനിക്കിതെല്ലാം പറഞ്ഞു തരുന്നതെന്ന്. ആ ഗുരുക്കന്മാർക്ക് രൂപമില്ല. അവർക്ക് കാതറിന്റെ ഉള്ളിൽ കടന്നു കയറി അവളെ കൊണ്ട് സംസാരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അവൾ ഈ വലിയ വലിയ ജ്ഞാനമേറിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡോക്ടറുടെ മുമ്പിൽ പറഞ്ഞത്. ഒരുപാട് അറിവുകൾ ആ ഗുരുക്കന്മാർ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് അവൾ ഡോക്ടറോട് പറഞ്ഞു. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ ഡോക്ടറും കാതറിനുമായുള്ള ആ ഹിപ്നോ സെഷൻസ് പഴയതുപോലെ അല്ല മുൻപോട്ട് പോകുന്നത്. മുൻപ് കാതറിൻ തന്റെ പൂർവ്വജന്മത്തിലെ ജീവിതകഥകളാണ് ഡോക്ടറോട് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോഴവൾ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് മുമ്പൊരിക്കലും കേട്ട് പരിചയമോ അറിവോ ഇല്ലാത്ത പ്രശസ്തരായ ഗവേഷകരൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അനായാസം അവൾ വിവരിക്കുന്നത് കേട്ടപ്പോൾ ഡോക്ടർക്കും അത്ഭുതം തോന്നി. അതുകൊണ്ട് തന്നെ പുനർജന്മത്തിലോ ആത്മാക്കളിലോ ഒന്നും വിശ്വാസമില്ലാതിരുന്ന ഡോക്ടറുടെ മനസ്സും ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ആടി ഉലയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവളെ വിശ്വസിക്കാമെന്ന രീതിയിലായി ഇപ്പോൾ ഡോക്ടറുടെ മനസ്സൊക്കെ. ഈ പൂർവ്വജന്മത്തെക്കുറിച്ച് കാതറിൻ ഓർത്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഹിപ്നോനിദ്രയിൽ നിന്നും തിരികെ വന്ന ശേഷവും അവളുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പുതിയ ഒരു സെഷൻ ആരംഭിക്കുകയായി. അവളിപ്പോൾ വർഷം 1873 എബി എന്ന പേരുള്ള കറുത്ത വർഗക്കാരിയായ ഒരു കുട്ടിയാണ് അവളിപ്പോൾ. പിന്നീട് എബി വളർന്ന് വലുതാകുന്നതും അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും കാതറിൻ ഇവിടെ വിവരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ അവളോട് അവളുടെ മരണസമയത്തെക്കുറിച്ച് ഓർക്കാൻ ആവശ്യപ്പെടുകയാണ്. മുൻപേ പറഞ്ഞതുപോലെ അതറിയാനാണ് ഡോക്ടർക്ക് ഏറെ ആഗ്രഹം. കാരണം അവളുടെ മുൻജന്മങ്ങളിലെ ആ മരണസമയവുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ട്രോമ തന്നെയാണ് അവളുടെ ഇപ്പോഴത്തെ മാനസിക സംഘർഷങ്ങൾക്കെല്ലാം കാരണമെന്നാണ് ഡോക്ടർ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ എബിയുടെ മരണസമയം കാതറിൻ വിവരിക്കുന്നുണ്ട്. അവിടെ അവൾ 60 വയസ്സുള്ള ഒരു വൃദ്ധയായാണ് മരിക്കുന്നത്. ഈ സമയത്തും അവളുടെ മരണശേഷം മുൻപേ ഉണ്ടായതുപോലെ തന്നെ അവൾ ഡെഡ് ബോഡിക്ക് മുകളിലായി ഒഴുകി നടക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പ്രകാശം വരുന്നു, അവളെ അതിലേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നു. അവൾക്ക് ആ പ്രകാശത്തിൽ നിന്നും ഒരു എനർജി ലഭിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇത്രയും പറഞ്ഞ അവൾ കുറച്ചു നേരം മൗനം പാലിച്ചു. ഡോക്ടർ കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് കാതറിൻ അടുത്തൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്, അവളുടെ പുനർജന്മം.
വർഷം ഏതാണെന്ന് കൃത്യമായി പറയുന്നില്ല. ഇവിടെ എല്ലാവർക്കും രോഗം ബാധിച്ചിരിക്കുന്നു എന്നവൾ പറയുന്നുണ്ട്. ഒരു തരം പ്ലേഗ് ബാധിച്ച് ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളുടെ ഫാമിലി മെമ്പേഴ്സ് ഉൾപ്പെടെ. അതേപ്പറ്റിയെല്ലാം വിവരിക്കുന്ന അവൾ ഒടുവിൽ അവളുടെ സ്വന്തം മരണത്തെപ്പറ്റിയും പറയുന്നുണ്ട്. ഇതേ അസുഖം ബാധിച്ച് അവളും മരണപ്പെടുകയാണ്. മരണശേഷം സംഭവിച്ച കാര്യങ്ങളെല്ലാം മുൻപുണ്ടായതുപോലെ തന്നെ, ഒരു മാറ്റവുമില്ല. ഡോക്ടർക്കാവട്ടെ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കാനാണ് എപ്പോഴും താല്പര്യം. പക്ഷേ ഇവിടെയോ, ഇവൾ മരിക്കുന്നു, ഒരു പ്രകാശം കാണുന്നു, ആ പ്രകാശം അവളെ കൊണ്ടുപോകുന്നു, കുറച്ചുനേരം മൗനമായിരിക്കുന്നു, പുതിയ ജന്മത്തിലേക്ക് പ്രവേശിക്കുന്നു. യാതൊരു മാറ്റവുമില്ലാതെ അതങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണയും അവൾ ആ പ്രകാശത്തിന്റെ ഉള്ളിലേക്ക് കടന്ന ശേഷം വീണ്ടും ജ്ഞാനികളെ പോലെ സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. ദൈവത്തെ പറ്റിയും ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ സംസാരിക്കുന്നത്. ഇതും ആ ജ്ഞാനികളായ ഗുരുക്കന്മാർ തന്നെയാണ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. പക്ഷേ ഇതിനു ശേഷം അവൾ പറഞ്ഞ കാര്യങ്ങളാണ് ഡോക്ടറുടെ എല്ലാ കാഴ്ചപ്പാടിനെയും മാറ്റിമറിച്ചത്. ഡോക്ടർ ആകട്ടെ അത്ഭുതപ്പെട്ട് ഓരോന്നും കേട്ടിരിക്കുകയാണ്. കാതറിൻ പറയുന്നു, നിങ്ങളുടെ പിതാവ് ഇവിടെയുണ്ട്, അതോടൊപ്പം എനിക്കൊരു കൊച്ചുകുട്ടിയെയും കാണാം. നിങ്ങളുടെ പിതാവ് പറയുന്നു നിങ്ങൾക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന്. അദ്ദേഹത്തിന്റെ പേര് ആവ്രോം എന്നാണ്. അതേ പേര് തന്നെയാണല്ലോ നിങ്ങൾ നിങ്ങളുടെ മകൾക്കും ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ പിതാവ് ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത്. നിങ്ങളുടെ മകന്റെയും ഹൃദയത്തിന് എന്തോ ഒരു തകരാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അവൻ ഏറെ ജ്ഞാനിയായ ഒരു ആത്മാവാണ്. കുഞ്ഞുനാളിലെ സംഭവിച്ച അവന്റെ മരണം അവന്റെ മാതാപിതാക്കൾക്കുണ്ടാക്കിയ ആഘാതത്തെപ്പറ്റിയും അവൻ പറയുന്നു. നിങ്ങളോട് വളരെയധികം അവന് സ്നേഹമായിരുന്നു. മറ്റൊരു കാര്യം കൂടെ അവൻ നിങ്ങളെ കാട്ടിത്തന്നു. മരുന്നുകൾക്ക് ഒരു പരിധി വരെ മാത്രമേ രോഗങ്ങളെ സുഖപ്പെടുത്താൻ കഴിയൂ എന്നത്. കാതറിന്റെ ഈ സംസാരം കേട്ട് ഡോക്ടർ ആവട്ടെ മരവിച്ചതുപോലെ ഇരിക്കുകയാണ്. എന്ത് പറയണമെന്ന് അദ്ദേഹത്തിന് ഒരു പിടിയുമില്ല. കാരണം ഡോക്ടറുടെ വ്യക്തിപരമായ ഒരു കാര്യങ്ങളും കാതറിൻ അറിയാൻ ഒരു ചാൻസുമില്ല. ഡോക്ടറുടെ ടേബിളിൽ മക്കളുടെ ഫോട്ടോ ഇരിപ്പുണ്ട് എന്നല്ലാതെ ഡോക്ടറെ പറ്റി ഒരു കാര്യവും കാതറിൻ ഒരിക്കലും അറിയാൻ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെയുള്ള കാതറിൻ എങ്ങനെയാണ് തൻ്റെ അച്ഛനെ പറ്റി, തൻ്റെ മരിച്ചുപോയ മകനെ പറ്റി, തൻ്റെ മകളുടെ പേരിനെ പറ്റി, അങ്ങനെ തനിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ അവൾ എങ്ങനെയാണ് ഈ നിദ്രയിൽ കിടന്നുകൊണ്ട് പറയുന്നത്? പുനർജന്മത്തിലോ ആത്മാക്കളിലോ വിശ്വസിക്കാത്ത ഡോക്ടറുടെ ഈ ഒരു കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ച സംഭവങ്ങളിൽ കാതറിനുമായുള്ള ഈ ഹിപ്നോ സെഷന് വളരെ വലിയ ഒരു പങ്കുണ്ട്. ഡോക്ടർ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ്. തങ്ങളുടെ മകൻ ജനിച്ച് 23 ദിവസത്തിനുള്ളിൽ തന്നെ മരിച്ചുപോയിരുന്നു. ആഡം എന്നായിരുന്നു അവന്റെ പേര്. അവന്റെ ഹൃദയത്തിലേക്കുള്ള ഒരു ഞരമ്പ് തെറ്റായ ദിശയിൽ വളർന്നതുകൊണ്ട് അവന്റെ ഹൃദയം തിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അവൻ ജനിച്ചു വീണത് തന്നെ. അപൂർവങ്ങളിൽ അപൂർവമായൊരു ജനനമായിരുന്നു അവൻ്റേത്. സർജറിയൊക്കെ ഒരുപാട് നടത്തിയെങ്കിലും അവനെ രക്ഷിക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അവന്റെ മരണം ഡോക്ടറെയും ഭാര്യയെയും വല്ലാതെ അലട്ടിയിരുന്നു. പിന്നീട് അവർക്ക് മറ്റൊരു ആൺകുട്ടി ജനിച്ചുവെങ്കിലും ആദ്യത്തെ കുഞ്ഞിന്റെ മരണം ഡോക്ടർക്കും ഭാര്യയ്ക്കും ഇപ്പോഴും തീരാവേദന തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഡോക്ടറുടെ പിതാവും ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്നത്. ഇത് ഡോക്ടർ കാതറിനെ ആദ്യമായി കണ്ടുമുട്ടുന്നതിനും 9 മാസം മുമ്പേ ആയിരുന്നു പിതാവിന്റെ മരണം. ഡോക്ടറുടെ പിതാവ് മരിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നു. ഏമി എന്ന് അവർ പേരിട്ട ആ പെൺകുഞ്ഞിന്റെ ജൂതനാമമായിരുന്നു ആവ്രോം. അതെ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ അതേ പേര്. ഇതുതന്നെയാണ് കാതറിനും ഡോക്ടറോട് ഹിപ്നോ നിദ്രയിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്. നിങ്ങളുടെ പിതാവിന്റെ അതേ പേരാണ് നിങ്ങളുടെ മകൾക്കെന്ന്. ഡോക്ടർ വീസിന് ഇങ്ങനെയൊരു അവസ്ഥ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. തീർത്തും അപരിചിതയായ ഒരു പെൺകുട്ടി ഡോക്ടറുടെ മുറിയിൽ വന്നിരുന്നു കൊണ്ട് ഡോക്ടറുടെ വ്യക്തിജീവിതത്തിലെ കാര്യങ്ങൾ തീർത്തും അനായാസമായി വിവരിക്കുന്നു. കാതറിന് എന്തോ ഒരു സൈക്കിക് പവേഴ്സ് ഉണ്ട് എന്ന് ഡോക്ടർക്ക് തോന്നലുണ്ടാവുകയാണ്. ഡോക്ടർ അവളോട് ചോദിക്കുന്നു, ആരാണ് അവിടെ ഉള്ളത്? നിനക്കിതൊക്കെ ആരാണ് പറഞ്ഞു തരുന്നത്? അതിനവൾ പറയുന്നു, ഗുരുക്കന്മാർ, അവരാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അവരെന്നോട് പറയുകയാണ് ഞാൻ 86 തവണ ജീവിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന്. ഇത് കേട്ട് ഡോക്ടർ അത്ഭുതപ്പെട്ടു. എന്തൊക്കെയാണ് ഇവളി പറയുന്നത്? 86 പ്രാവശ്യം ഒരാൾ പുനർജനിച്ചു എന്നോ?
എങ്കിലും ഡോക്ടർക്ക് ഇതൊന്നും വിശ്വസിക്കാതെ മറ്റു നിർവാഹമില്ലായിരുന്നു. ഡോക്ടർ വീസിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഏറെ ബാധിച്ച 2 മരണങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും. എന്നാൽ കാതറിനുമായുള്ള ഈ അനുഭവത്തിന് ശേഷം ആ ഒരു വിഷമം അദ്ദേഹത്തിന് മാറുകയാണ് ഉണ്ടായത്. അതിന്റെ കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. കാതറിൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പിതാവിനെയും മകനെയും അവൾ കണ്ടുവെന്ന്. അതിനർത്ഥം അവർ ശരിക്കും മരിച്ചിട്ടില്ല. അവർ ഈ ഭൂമിയിലുണ്ടായിരുന്ന ദേഹം വെടിഞ്ഞു പോയി കാണും. എന്നാലും ഒരു ആത്മാവായിട്ടെങ്കിലും അവർ ആ ലോകത്ത് ജീവിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല എൻ്റെ മകൻ ആത്മീയമായി ഇപ്പോൾ വളരെ ഉന്നമനത്തിലാണെന്നും കാതറിൻ എന്നോട് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഡോക്ടർ ഇപ്പോൾ സന്തോഷവാനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ പുനർജന്മം സത്യമാണ് എന്നതിന് തെളിവുകളുണ്ട്. ഇതിനുശേഷം ഡോക്ടർ വീസ് പുനർജന്മവുമായി ബന്ധപ്പെട്ട് എഴുതിയ മറ്റു പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കുന്നുണ്ട്. അതിൽ മറ്റു മനഃശാസ്ത്ര വിദഗ്ധർ കുറച്ച് കുട്ടികളെ വെച്ച് നടത്തിയ കുറച്ച് എക്സ്പെരിമെന്റ്സ് ആണ് അദ്ദേഹം വായിക്കുവാനിടയായത്. ഹിപ്നോനിദ്രയിൽ കിടക്കുന്ന ആ സമയത്ത് ആ കുട്ടികളിൽ പലരും തങ്ങൾക്ക് യാതൊരു അറിവോ യാതൊരു ജ്ഞാനമോ ഇല്ലാത്ത മറ്റു പുതിയ ഭാഷകൾ സംസാരിക്കുന്നതായി ആ എക്സ്പെരിമെന്റ്സിലൂടെ തെളിയിക്കപ്പെട്ടിരുന്നു. അതുപോലെ പൂർവ്വജന്മത്തിൽ അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ സ്ഥാനത്ത് ഈ ജന്മത്തിൽ എന്തെങ്കിലും ഒരു പാട് ആ കുട്ടികളുടെ ശരീരത്തിൽ കാണപ്പെട്ടു. പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ സംഭവിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ ഓരോ കുട്ടികൾ പറയുന്നുമുണ്ട് ഇതിനിടയിൽ. ഇതിനുമൊക്കെ അപ്പുറം മറ്റെന്ത് തെളിവുകളാണ് വേണ്ടത്? ഇങ്ങനെ ഡോക്ടർക്കും പുതിയ പുതിയ അറിവുകൾ കൈവന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും മരിച്ചാൽ പോലും ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ലെന്നുള്ള ചിന്തയായി അദ്ദേഹത്തിന്. കാരണം മരണാനന്തരവും ഒരു നിലനിൽപ്പുണ്ടല്ലോ. അവർ ഇവിടം വിട്ടു പോകുന്നു എന്നല്ലേ ഉള്ളൂ, മറ്റൊരു ജീവിതം അവർക്കുണ്ടല്ലോ എന്ന ചിന്തയിലായി ഡോക്ടർ. അങ്ങനെ ഡോക്ടറെ ഏറെ അതിശയിപ്പിച്ച ആ ഹിപ്നോ സെഷന് ശേഷം പുതിയൊരു സെഷന്റെ ദിവസം വന്നെത്തി. കാതറിൻ അവളുടെ പുതിയ പുനർജന്മം വിവരിക്കുന്നുണ്ട്. അവൾ ഏഷ്യയിൽ എവിടോ ആണെന്നാണ് അവൾ പറയുന്നത്. അതിനിടയിൽ അവൾ പറയുന്നുമുണ്ട്, ഈ പുനർജന്മം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. അതൊരു സൈക്കിൾ പോലെയാണ്. ജനനം, മരണം, ഇടക്കാല വിശ്രമം, പുനർജന്മം, അങ്ങനെയുള്ളൊരു സൈക്കിളാണ്. ഇത് വീണ്ടും വീണ്ടും തുടർന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇതിൽ ഈ ഇടക്കാല വിശ്രമം നടക്കുന്നതിൻ്റെ ഇടയിലാണ് അവൾ ഈ മഹാഗുരുക്കന്മാരെയൊക്കെ കണ്ടുമുട്ടിയിരുന്നത്. 2 ജനനങ്ങൾക്കിടയിലാണ് ഒരു ഇടക്കാല വിശ്രമം. ഇതൊക്കെ അവൾ ഡോക്ടർക്ക് നല്ല രീതിയിൽ വിവരിച്ചു കൊടുക്കുന്നുമുണ്ട്. ഈ ജന്മത്തിൽ അവൾ ദരിദ്രയാണെന്ന് അവൾ പറയുന്നുണ്ട്. ഒരു ക്ഷേത്രത്തെപ്പറ്റി വിവരിക്കുന്നുമുണ്ട്. അതിനിടയിൽ റോബർട്ട് ജെറോഡിന് എൻ്റെ സഹായം വേണ്ടി വരുമെന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ അതാരാണെന്ന് അവൾ പറയുന്നില്ല, ഡോക്ടർക്കും അറിയില്ല. അങ്ങനെ ആ സെഷൻ അവസാനവും അവൾ തൻ്റെ മരണത്തെപ്പറ്റി പറയുന്നു. യാതൊരു മാറ്റവുമില്ല, പഴയതുപോലെ തന്നെ മരിക്കുന്നു, ആ പ്രകാശത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ആ സെഷൻ കഴിഞ്ഞുള്ള അടുത്ത ഹിപ്നോ സെഷന് വേണ്ടിയിട്ട് തൻ്റെ ഭാര്യയെയും കൂടെ കൂട്ടിക്കോട്ടെ എന്ന് ഡോക്ടർ കാതറിനോട് ചോദിക്കുന്നുണ്ട്. അവൾ കൂട്ടിക്കോളാൻ പറയുന്നു. കാരണം ഡോക്ടറുടെ ഭാര്യയായ കരോളിൻ ആവട്ടെ സൈക്യാട്രിയുമായി ബന്ധപ്പെട്ട് എല്ലാ പരിശീലനങ്ങളും ലഭിച്ച ഒരു സോഷ്യൽ വർക്കറാണ്. അതുകൊണ്ട് തന്നെ കരോളിൻ കൂടെ ഉണ്ടെങ്കിൽ തന്നെ കുറച്ചുകൂടെ സഹായിക്കാൻ കഴിയുമെന്ന് ഡോക്ടർക്ക് തോന്നി. അങ്ങനെ ആ സെഷനും കഴിഞ്ഞു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് കാതറിൻ ഡോക്ടറെ വീണ്ടും കാണാൻ വരുന്നുണ്ട്. ഇത്തവണ അവളുടെ മുഖത്ത് ആ ഭയവും പരിഭ്രാന്തിയും ഒന്നും കാണാനില്ല. വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. എന്നിരുന്നാൽ പോലും അവൾക്ക് എന്തുകൊണ്ടാണ് പൂർണ്ണമായൊരു സുഖം ലഭിക്കാത്തതെന്ന് ഡോക്ടർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഡോക്ടർ വിചാരിച്ചു, എത്ര മരണങ്ങളിലൂടെ അവൾ കടന്നുപോയി, ഏതൊക്കെ രീതിയിലുള്ള മരണം അവൾ അനുഭവിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ട്രോമ കാരണമായിരിക്കാം, അതിന് സമയമെടുക്കുമായിരിക്കുമെന്ന് ഓർത്ത് ഡോക്ടറും ആശ്വസിച്ചു. കാതറിന് എന്തോ അതീന്ദ്രിയ ജ്ഞാനം വർദ്ധിച്ചു വരുന്നതായിട്ട് ഡോക്ടർക്ക് തോന്നി. ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അവൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെയോ അവളുടെ ലൈഫിൽ മാറി മാറി കാര്യങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഹിപ്നോട്ടിസം കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും. അങ്ങനെ മറ്റൊരു സെഷൻ അവൾ തൻ്റെ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ഡോക്ടറോട് പറയുകയാണ്. ക്രിസ്ത്യൻ എന്ന പേരുള്ള ഒരു പുരുഷനാണ് ഈ ജന്മത്തിൽ അവൾ. ഇവിടെയും അവൾക്ക് വർഷം ഓർമ്മയില്ല. അവർ ഏതൊക്കെയോ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം വെയിൽസ് ആണ്. ക്രിസ്ത്യൻ ജോലി ചെയ്യുന്നത് ഒരു കപ്പലിലാണെന്നും അവൾ പറയുന്നു. അങ്ങനെ ആ കഥ മുൻപോട്ട് പോകെ അവളുടെ അവസാന സമയത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്.
ക്രിസ്ത്യൻ ഒരു പാലത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, വൃദ്ധനായിരിക്കുന്ന ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിക്കുന്നത്. തൻ്റെ പുനർജന്മമായ ക്രിസ്ത്യൻ്റെ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ കാതറിൻ ഡോക്ടറുടെ മുമ്പിൽ കിടന്ന് ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നത് പോലെ പുളയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം അവൾ പെട്ടെന്ന് ശാന്തമായി. അവൾ അവിടെ മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവൾ വീണ്ടും ഡെഡ് ബോഡിക്ക് മുകളിലൂടെ ഒഴുകി നടന്നു. ആ പ്രകാശം വന്നു അവളെ വലിച്ചെടുത്തു. ഇത്തവണ ചെറിയൊരു മാറ്റമുണ്ട്. അവൾ ആ പ്രകാശത്തിനുള്ളിലേക്ക് വലിച്ചെടുക്കപ്പെട്ട ആ പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ അവൾ കുറച്ച് ആത്മാക്കളെ കാണുന്നുണ്ട്. ഇവിടെ അനേകം തലങ്ങളുണ്ട്. ഓരോ ആത്മാക്കളും അവരുടെ ആത്മീയ നിലവാരമനുസരിച്ച് ഓരോ തലങ്ങളിൽ താമസിക്കുന്നു. ആത്മീയമായി ഉന്നമനം നേടുന്തോറും താഴെ തലങ്ങളിൽ താമസിക്കുന്ന ആത്മാക്കൾക്ക് മുകളിലേക്ക് ഉയർന്നുയർന്നു പോകാൻ സാധിക്കുമെന്നവൾ പറയുന്നുണ്ട്. ഇങ്ങനെ ആത്മീയ ഉന്നമനം അവർ നേടിക്കഴിയുമ്പോൾ പുനർജന്മത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു. അതുവരെ അവർ ആ സ്ഥലത്തായിരിക്കും. ഇതോടൊപ്പം തന്നെ അവൾ വീണ്ടും ജ്ഞാനമേറിയ കാര്യങ്ങൾ ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട്. അവൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവൾ സ്വന്തമായി പറയുന്നതല്ലെന്നും അവൾ നേരത്തെ പറഞ്ഞ ഗുരുക്കന്മാർ അവളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്നും ഡോക്ടർക്ക് ഇപ്പോൾ അറിയാം. ഈ ആത്മാക്കളെക്കുറിച്ച് അവൾ പറയുമ്പോൾ ഡോക്ടർ താൻ മുമ്പ് വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ്. മരണത്തിന്റെ വക്കോളം എത്തി തിരിച്ചു വന്ന ചില ആൾക്കാർ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങൾ പഠന വിഷയമാക്കിയ ചില ആളുകൾ അവരുടെ പുസ്തകങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇങ്ങനെ മരണത്തിന്റെ വക്കോളം എത്തി തിരിച്ചു വന്ന ആൾക്കാർ അവരുടെ ബോഡിയിൽ നിന്നും അവരുടെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ അവർ കുറച്ചു നേരം അവിടെ ഒഴുകി നടന്നുവെന്നും പിന്നീട് ഒരു പ്രകാശം കണ്ടുവെന്നും അതിലേക്ക് പിന്നീട് വലിച്ചെടുക്കപ്പെട്ടുവെന്നും അവരിൽ പലരും ഓർത്തെടുത്ത് പറയുന്നതായി കാണാം. അങ്ങനെ ആത്മാവായി നടക്കുന്ന സമയത്ത് അവർക്ക് യാതൊരു വേദനയും ശരീരത്തിൽ അനുഭവപ്പെട്ടിരുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തിരികെ അവരുടെ ബോഡിയിലേക്ക് പ്രവേശിച്ച ശേഷമോ അവർക്ക് വീണ്ടും വേദനകളും ശാരീരിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് രോഗികളെ നമ്മുടെ ഡോക്ടർ വീസും ചികിത്സയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതിൽ ഒരു രോഗിയെപ്പറ്റി ഡോക്ടർ വിവരിക്കുന്നു. ജേക്കബ് എന്നായിരുന്നു ആ രോഗിയുടെ പേര്. 30 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരു റോഡ് അപകടത്തിൽ പെട്ടതായിരുന്നു അയാൾ. ഈ ജേക്കബും അതിനുശേഷം സ്വന്തം ബോഡിക്ക് മുകളിലായി ഒഴുകി നടന്നിരുന്നതായി ഓർക്കുന്നുണ്ട്. അങ്ങനെ മുകളിലൂടെ ഒഴുകി നടന്ന ജേക്കബ് താഴെ ആ മുറിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നും കേൾക്കുന്നുമുണ്ട്. ഉടൻ തന്നെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു പ്രകാശം അവൻ കാണുന്നു. അങ്ങനെ ആ സമയത്ത് ഒരു സന്യാസിയുടെ വേഷമിട്ട വളരെ പ്രകാശപൂരിതമായ ഒരാൾ അവന്റെ അടുക്കിലേക്ക് വന്നിട്ട്, നീ ഇപ്പോൾ വരാൻ സമയമായിട്ടില്ല, നിന്റെ ശരീരത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് അവനോട് പറയുന്നതായി അവൻ ഓർക്കുന്നു. അങ്ങനെ തിരികെ ശരീരത്തിൽ പ്രവേശിച്ച ജേക്കബിന് തന്റെ ജീവിതത്തിൽ പിന്നീട് ആ സന്യാസി ഇടയ്ക്കിടെ ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അവനോട് വന്ന് പറയുകയും അതെല്ലാം സത്യമായി ഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആത്മാവായി ഒഴുകി നടന്ന സമയത്ത് തനിക്ക് ഒരു വേദനകളും അനുഭവപ്പെട്ടിരുന്നില്ല എന്നും എന്നാൽ തിരികെ ബോഡിയിലേക്ക് പ്രവേശിച്ച ശേഷം വീണ്ടും കഠിനമായ വേദനയും ബുദ്ധിമുട്ടും അനുഭവിക്കാൻ തുടങ്ങിയെന്നും ജേക്കബ് പറയുന്നുണ്ട്. നമുക്ക് കാതറിനിലേക്ക് തിരിച്ചു വരാം. ഇവിടെ കാതറിൻ ഹിപ്നോനിദ്രയിലാണ്. അതിനിടയിൽ അവൾ ഡോക്ടറോട് എനിക്ക് തിരിച്ചു വരണം എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഡോക്ടർക്കാകട്ടെ അവൾ നേരത്തെ മെൻഷൻ ചെയ്ത റോബർട്ട് ജെറോഡ് ആരാണെന്നറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ റോബർട്ട് ജെറോഡിന് സഹായം വേണ്ടി വരുമെന്ന് തോന്നുന്നുവെന്ന്. അതാരാണെന്ന് പക്ഷെ അവൾ പറഞ്ഞിരുന്നില്ല. അപ്പോൾ അവളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് മുമ്പ് അതാരാണെന്നറിയാൻ ആഗ്രഹമുണ്ടെന്ന് ഡോക്ടർ അവളോട് പറഞ്ഞു. അതിന് മറുപടിയായി കാതറിൻ പറഞ്ഞു, എനിക്കറിയില്ല അതാരാണെന്ന്. എനിക്ക് ഈ തലത്തിൽ അയാളെ കാണാൻ കഴിയുന്നില്ല. ചിലപ്പോൾ മറ്റേതെങ്കിലും തലത്തിൽ അയാൾ ഉണ്ടാകുമായിരിക്കും. അയാൾക്ക് എന്റെ സഹായം ആവശ്യമായി വരുന്ന സമയത്ത് അയാൾ എന്നെ കോണ്ടാക്ട് ചെയ്തോളൂ. പിന്നെ അയാൾക്ക് എന്റെ സഹായം മാത്രമല്ല ഡോക്ടർ, നിങ്ങളുടെ സഹായവും ചിലപ്പോൾ വേണ്ടി വന്നേക്കും എന്ന് കാതറിൻ ഡോക്ടറോട് പറയുന്നു. ഇത് കേട്ട് ഡോക്ടർ കാതറിനോട് ചോദിക്കുന്നുണ്ട്, എനിക്കെങ്ങനെ അദ്ദേഹത്തെ സഹായിക്കാൻ സാധിക്കും? എനിക്ക് അയാളെ കാണാൻ പോലും കഴിയുന്നില്ലല്ലോ. അതിന് കാതറിൻ മറുപടി പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ താങ്കൾ തന്നെ കണ്ടുപിടിക്കണം. ഡോക്ടർക്ക് അത്ഭുതം തോന്നിയെങ്കിലും അദ്ദേഹം വീണ്ടും കാതറിൻ പറയുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചു. അവൾ പറയുന്നുണ്ട്, ഞാനിപ്പോൾ മറ്റ് ആത്മാക്കളെയും ദേവതമാരെയും കാണുന്നുണ്ട്. അവരും എന്തോ കാത്തു നിൽക്കുകയാണ്.
ഇതിനുശേഷം കാതറിൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ തലത്തിൽ എനിക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. എനിക്ക് ഇവിടെ നിൽക്കണ്ട, ഞാൻ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് നിശബ്ദയായി അവൾ കുറച്ചു നേരം കിടന്നു. അതിനുശേഷം ഇതാ അവൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ കുറെ ആപ്പിൾ മരങ്ങളും ഒരു വീടും കാണുന്നുണ്ട്. നല്ല വെണ്മ നിറഞ്ഞ ഒരു വീട്. അത് എന്റെ വീടാണ്. മരത്തിൽ ഒരു ഊഞ്ഞാൽ കാണാം. എനിക്ക് സ്വർണ്ണ നിറമുള്ള കട്ടി കുറഞ്ഞ തലമുടിയാണ്. 5 വയസ്സുണ്ട് എനിക്ക്. എന്റെ പേര് കാതറിൻ. ഇത് കേട്ട് ഡോക്ടർക്ക് അത്ഭുതം തോന്നി. അവളിതാ വർത്തമാന ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തായിരിക്കും അതിന് കാരണം? എന്താണ് സംഭവിക്കുന്നതെന്ന് ഡോക്ടർ അവളോട് ചോദിക്കുന്നു. അവളുടെ പിതാവ് വളരെ ദേഷ്യപ്പെടുന്നുണ്ടെന്നും ഉപദ്രവിക്കുന്നുണ്ടെന്നും അവൾ പറയുന്നുണ്ട്. അവൾ കരയുന്നുമുണ്ട്. ഞങ്ങൾ കുട്ടികളെ അച്ഛന് വേണ്ടായിരുന്നുവെന്നും ഞങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അധികപ്പറ്റാണെന്ന് അദ്ദേഹം പറയുന്നുവെന്നും കാതറിൻ പറയുന്നു. ഇവിടെ കാതറിൻ പുതിയ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നുണ്ട്. അവൾക്ക് മുൻപേ ഉണ്ടായ അവളുടെ സഹോദരൻ തന്റെ അച്ഛനും അമ്മയും വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അവർക്കുണ്ടായ കുട്ടിയാണെന്ന്. ഇത് കാതറിന് പുതിയ ഒരു അറിവായിരുന്നു. ഇത് ശരിയാണോ എന്ന് പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം കാതറിന്റെ മാതാവിനോട് ഡോക്ടർ ചോദിക്കുമ്പോൾ ഇതൊക്കെ ശരിയാണെന്ന് കാതറിന്റെ മാതാവ് പറയുന്നുമുണ്ട്. ഇത്രയും നേരം തന്റെ പൂർവ്വജന്മത്തിന്റെ കാര്യമാണ് കാതറിൻ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അവൾ തന്റെ വർത്തമാന ജീവിതത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അവളുടെ ബോധാവസ്ഥയിൽ അവൾക്ക് അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് അവൾ ഓർത്തെടുത്ത് പറയുകയാണ്. അവൾ ഒരുപാട് കുട്ടിയായിരുന്ന സമയത്തെ കാര്യങ്ങൾ. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളുമുണ്ട്. അവളുടെ പിതാവ് അവളെ മോശം രീതിയിൽ ഉപദ്രവിക്കുന്നതും അവൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ അവളെ നിർബന്ധിക്കുന്നതും അവളെ അടിക്കുന്നതും ദേഷ്യപ്പെടുന്നതും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവൾ ഓർത്തെടുത്ത് ഡോക്ടറോട് പറയുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇപ്പോൾ ഇവിടെ കാതറിൻ ചിണുങ്ങാനും ഏങ്ങലടിച്ച് കരയാനും ഒക്കെ തുടങ്ങുന്നുണ്ട്. പിതാവിന്റെ ക്രൂരതകളെപ്പറ്റി പറയുമ്പോൾ അവൾ പറയുന്നുമുണ്ട്, ചിലപ്പോൾ എന്റെ ഭാഗത്ത് തെറ്റുകൊണ്ട് തന്നെ ആയിരിക്കും എന്റെ പിതാവ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന്. അതിന് ഡോക്ടർ മറുപടി പറയുന്നുണ്ട്, അതിന് നീ എന്ത് ചെയ്തു? നീ ആ സമയത്ത് ഒരു കൊച്ചുകുട്ടി മാത്രമല്ലേ, നീ എന്ത് തെറ്റ് ചെയ്യാനാണ്? അതിന് കാതറിൻ മറുപടി പറയുന്നു, അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹത്തിന് എന്നോട് എന്തെങ്കിലും വെറുപ്പ് തോന്നിയിട്ടുണ്ടായിരിക്കും. എനിക്ക് അയാളെ ഇതിനു മുമ്പും അറിയാം. പക്ഷേ അതെങ്ങനെയെന്നോ എവിടെ നിന്നെന്നോ ഇപ്പോൾ എനിക്ക് കൃത്യമായ വിവരങ്ങൾ ഒന്നുമില്ല. ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയാൽ മാത്രമേ എനിക്കിതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. അവൾ പറഞ്ഞതിന്റെ അർത്ഥം ഡോക്ടർക്ക് മനസ്സിലായി. ഡോക്ടർ അവളോട് നിർദ്ദേശിക്കുകയാണ്, ഇപ്പോൾ ഞാൻ 1 തൊട്ട് 8 വരെ പുറകോട്ടെണ്ണും. ഞാൻ എണ്ണിക്കഴിയുമ്പോൾ നീയും നിന്റെ പിതാവും തമ്മിലുണ്ടായിരുന്ന ആ ബന്ധത്തിന്റെ കാര്യവും ആ സമയത്തുണ്ടായ സംഭവങ്ങളും ഓർത്തെടുക്കണം. ഞാൻ നിന്നെ ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ അവൾ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചുപോയി. അവൾ പറയുന്നു, എനിക്ക് അയാളെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഒരുപാട് ആൾക്കാർ ഇവിടെ കൊല്ലപ്പെടുന്നുണ്ട്. ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് അവൾ പിതാവിനെക്കുറിച്ച് മറ്റൊന്നും പറയാതെ ആർക്കും ആരെയും കൊല്ലാനുള്ള അനുവാദമില്ല എന്നതിനെപ്പറ്റി കൂടുതലായി വിവരിക്കാനായി തുടങ്ങി. അതും പൂർണ്ണമായി വിവരിക്കാതെ അവൾ ഇടയ്ക്ക് വെച്ച് നിർത്തി. അവൾ വളരെ ക്ഷീണിതയായി കാണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഡോക്ടർ അവളെ നിദ്രയിൽ നിന്നും ഉണർത്തി. ഇന്നിത്രയും മതി എന്ന് വിചാരിച്ചു. ഇത്തവണ ഉണർന്ന കാതറിന് ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അവളിൽ ഒരു സമാധാനവും ആശ്വാസവും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ. അവളിൽ ഒരുപാട് പുരോഗതി പ്രകടമായി വരാൻ തുടങ്ങി. ഡോക്ടർക്കും ഇത് സന്തോഷമായിരുന്നു. പുതിയ ഒരു ദിവസം, പുതിയ ഒരു ഹിപ്നോ സെഷൻ. കാതറിൻ പറയുന്നു, ഒരു കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാവ, ഒരു മെഴുകുതിരി, ആരുടെയോ ചിത്രം, ഇതൊക്കെ അവൾ കാണുന്നുണ്ട്. ആ ചിത്രത്തിലെ പുരുഷന്റെ മുഖം അവൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതെ, ഈ ചിത്രം അയാളുടെ ആണെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ആരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. വർഷം 18-ാം നൂറ്റാണ്ടാണെന്ന് അവൾക്ക് എന്തോ ഒരു തോന്നലുണ്ട്, പക്ഷെ ഉറപ്പില്ല. ഇതിനിടയിൽ ഡോക്ടർ ആ ഫോട്ടോയിൽ കണ്ട ആളെ പറ്റി ഓർക്കാൻ അവളോട് ആവശ്യപ്പെട്ടു. അവൾ പറയുന്നുണ്ട്, അയാളുടെ പേര് ആരോൺ എന്നാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഈ വീട് ആരോണിന്റെ ആണോ എന്ന്. അതിനവൾ പറയുന്നു, അല്ല, ഇത് ആരോണിന്റെ മകന്റെ വീടാണ്. ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണ്. അപ്പോൾ ഡോക്ടർ ചിന്തിക്കുന്നു, ഇത്തവണയും അവൾ ഒരു വേലക്കാരിയാണ്. ഒരിക്കലും ഒരു ജീവിതത്തിലും ഒരു നല്ല ജീവിതം അവൾക്കുണ്ടായതായി ഓർക്കുന്നില്ല. ഇപ്പോൾ കാതറിൻ അവളുടെ സ്വന്തം രൂപം വിവരിച്ചു പറയുന്നുണ്ട്. അവൾ ഒരു കുതിരലായത്തിൽ ജോലി ചെയ്തു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ആ വീട്ടിലെ വീട്ടമ്മയെ കാണാമെന്നും അവർക്ക് 2 പെൺമക്കളുണ്ടെന്നും അവൾ പറയുന്നുണ്ട്.
അപ്പോൾ ഡോക്ടറുടെ അടുത്ത ചോദ്യം വന്നു, അവിടെ നീ കാണുന്ന ആരെയെങ്കിലും നിനക്ക് ഇപ്പോൾ വർത്തമാനകാലത്തിൽ കണ്ട് പരിചയമുള്ളവരാണോ എന്ന്. അതിനവൾ പറയുന്നത്, എനിക്കറിയില്ല, ഞാൻ അവരെ ആരെ ഇപ്പോൾ കാണുന്നില്ല, ഇപ്പോൾ എൻ്റെ കൂടെ ആരുമില്ല എന്നാണ്. ഇപ്പോൾ അവളുടെ കൂടെ ഒരു പുരുഷനുണ്ട്, അവർ ഒന്നിച്ചാണ് താമസം, എന്നാൽ യഥാർത്ഥത്തിൽ വിവാഹം കഴിഞ്ഞവരൊന്നുമല്ല അവർ. ഇപ്പോൾ കൂടെയുള്ള പുരുഷനെയും അവൾക്ക് മുൻപ് കണ്ട് പരിചയമില്ല. അവളിപ്പോൾ കുറച്ചുകൂടെ മുൻപോട്ട് പോയിരിക്കുന്നു. ആ വീട്ടിലെ കുട്ടിയുടെ കല്യാണമാണ്. ഒരു പ്രത്യേകതരം തൊപ്പിയൊക്കെ ധരിച്ച് അവിടുത്തെ വീട്ടമ്മയെയും അവൾക്ക് കാണാം. ഒരു വീട്ടുവേലക്കാരി ആയതുകൊണ്ട് തന്നെ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള അനുവാദം ഇവൾക്കില്ല. ഈ ദരിദ്രരായ വേലക്കാരോട് ഈ വീട്ടുടമസ്ഥർ വളരെ മോശമായി പെരുമാറുന്നത് കൊണ്ട് തന്നെ അവരോട് തനിക്ക് വെറുപ്പ് തോന്നുന്നുവെന്ന് കാതറിൻ പറയുന്നുണ്ട്. അവളിലെ ആ വെറുപ്പും അഗാധമായ ദുഃഖവുമൊക്കെ ഇത് കേട്ടിരിക്കുന്ന ഡോക്ടർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഡോക്ടർ അവളുടെ മരണസമയം ഓർത്തെടുക്കാൻ ആവശ്യപ്പെട്ടു. അവൾ പ്രായാധിക്യത്തിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് ശാന്തമായി മരിക്കുകയാണ്. ഇത്തവണ വീണ്ടും അവൾ ഒരു വെളിച്ചം കാണുകയും ആ വെളിച്ചത്തിന്റെ ഉള്ളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്തവണ കുറച്ച് ആളുകൾ അവളെ സഹായിക്കാനായി വരുന്നുണ്ട്. നല്ല ആളുകളാണെന്ന് അവൾ പറയുന്നു. ഇപ്പോൾ തനിക്ക് നല്ല ശാന്തത അനുഭവപ്പെടുന്നുവെന്നും അവൾ പറയുന്നുണ്ട്. അവൾ മരിക്കുമ്പോൾ കാണുന്ന ആ പ്രകാശമാണ് തനിക്ക് ലഭിക്കുന്ന എല്ലാ ഊർജത്തിനും കാരണമെന്നാണ് അവൾ പറയുന്നത്. ആ പ്രകാശത്തിന്റെ നിറം എന്താണെന്ന് ഡോക്ടർ അവളോട് ചോദിക്കുന്നു. അതിന് അവൾ പറഞ്ഞത് അതിന് അനേക നിറങ്ങളുണ്ടെന്നാണ്. അവൾക്ക് പരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ അവളുടെ കൂടെ അവിടെ ഉണ്ടെന്നവൾ പറയുന്നു. അവരെല്ലാവരും ചേർന്ന് ആരെയോ കാത്തു നിൽക്കുകയാണ്. ഇതിന് കൃത്യമായി മറുപടി പറയാതെ കാതറിൻ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചുമൊക്കെ വളരെ ജ്ഞാനമേറിയ കാര്യങ്ങൾ സംസാരിക്കാനായി തുടങ്ങി. ആരാണ് നിന്നോടിപ്പോൾ ഈ സംസാരിക്കുന്നതെന്ന് ഡോക്ടർ ചോദിക്കുന്നതിന് കാതറിൻ മറുപടിയായി പറയുന്നത്, എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് എന്നോട് സംസാരിക്കുന്നത്. ആ ശക്തി എന്നോട് പറയുന്ന കാര്യങ്ങളുടെ ശബ്ദം കേട്ട് അത് ഏറ്റുപറയുക മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. വളരെ സ്നേഹവാനായ ഒരു മഹാത്മാവാണ് ആ ശക്തി എന്ന് അവൾ പറയുന്നുണ്ട്. അവൾ ഈ പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ ഡോക്ടർ വീസിന്റെ ഉള്ളിലും എന്തെന്നില്ലാത്ത ഒരു ആനന്ദം അനുഭവപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ കാതറിൻ പറയുന്നുമുണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ തിരുത്തേണ്ടതായിരുന്നുവെന്ന്. അവളുടെ പഴയ ജന്മത്തിലും ഈ കാലഘട്ടത്തിലെ കഴിഞ്ഞുപോയ സമയങ്ങളിലും അവൾ ചെയ്ത ഒരുപാട് തെറ്റായ കാര്യങ്ങൾ, മറ്റുള്ളവരോട് കോപിച്ചത്, മറ്റുള്ളവരോട് വെറുപ്പ് വെച്ചുകൊണ്ടിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ചിന്തിച്ചെടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ എല്ലാം കൃത്യമായും നല്ല രീതിയിലും ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഒരു ഏറ്റുപറച്ചിൽ. എല്ലാവരെയും സ്നേഹിക്കണമെന്നും ആരെയും ചതിക്കാതെ ജീവിക്കണമെന്നൊക്കെ കാതറിൻ ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അവളോട് ഗുരുക്കന്മാർ സംസാരിക്കുന്നതാവാം. ഗുരുക്കന്മാരാണ് കാതറിന്റെ ഉള്ളിൽ കടന്നു വന്നുകൊണ്ട് ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ അവരോട് ഒരു കാര്യം ചോദിക്കാൻ തീരുമാനിച്ചു. ഡോക്ടർ ചോദിക്കുന്നു, കാതറിന്റെ ഭയത്തെയും ഉത്കണ്ഠയെയും മാറ്റാൻ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ എന്തെല്ലാം പാഠങ്ങളാണ് ഇതിന്ന് പഠിക്കേണ്ടത്? ഇതിലും മെച്ചപ്പെട്ട എന്തെങ്കിലും ചികിത്സ അവൾക്ക് ഞാൻ കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ഇത്രയും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിനുള്ള ഉത്തരം വന്നു. ആ ഉത്തരം കേട്ടപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി, ഈ സംസാരിക്കുന്ന കാതറിനല്ല, ആ മഹാത്മാവാണ്. ആ മഹാത്മാവ് കാതറിനിലൂടെ ഡോക്ടറോട് പറയുകയാണ്, താങ്കൾ ശരിയായ കാര്യമാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രക്രിയ താങ്കൾക്ക് വേണ്ടിയാണ് ശരിക്കും, അല്ലാതെ അവൾക്ക് വേണ്ടിയല്ല. അപ്പൊ ഡോക്ടർ ചോദിക്കുന്നു, എനിക്ക് വേണ്ടിയോ? അതിനവിടുന്ന് മറുപടി വരുന്നു, അതെ, ഞങ്ങൾ പറയുന്നത് താങ്കൾക്കും കൂടി വേണ്ടിയാണ്. ഈ ഞങ്ങൾ എന്ന് കേട്ടപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി, ഇവിടെ ഒന്നിലധികം ഗുരുക്കന്മാർ അവളുടെ ഉള്ളിൽ കടന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങളുടെ പേരുകളൊന്ന് പറയാമോ? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, നിങ്ങൾ എനിക്ക് നല്ല മാർഗനിർദ്ദേശം തരാമോ എന്നൊക്കെ. അതിനുത്തരമായി അവിടെ നിന്നും വന്നത് വളരെ സ്നേഹം കലർന്ന ഒരു കവിതയാണ്. ഡോക്ടറുടെ ജീവിതത്തെയും മരണത്തെയും കുറിച്ചായിരുന്നു ആ കവിത. അതിനുശേഷം ആ ശബ്ദം പറയുന്നു, ആ ശബ്ദം എന്നാൽ കാതറിനാണ് സംസാരിക്കുന്നത്, എന്നാൽ അവളുടെ ഉള്ളിൽ ആ മഹാത്മാക്കളാണ് ഇപ്പോൾ അവളെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ അവൾ പറയുകയാണ്, സമയമാകുമ്പോൾ താങ്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ തന്നിരിക്കും. താങ്കളെ ഏൽപ്പിച്ച ചുമതലകൾ താങ്കൾ ചെയ്തു കഴിയുമ്പോൾ താങ്കളുടെ ജീവിതാവസാനമാകും. താങ്കൾക്ക് ഇനിയും ധാരാളം സമയമുണ്ട്, ധാരാളം സമയം. ഇത് കേട്ട ഡോക്ടർക്ക് ഒരേ സമയം ആശ്വാസവും ഉത്കണ്ഠയും തോന്നി. ഇപ്പോൾ കാതറിൻ സംസാരം നിർത്തിയിരിക്കുന്നു. ഡോക്ടർക്ക് മനസ്സിലായി, കാതറിനിലൂടെ താൻ കേട്ട ഓരോ കാര്യങ്ങളും
തൻ്റെ ജീവിതം മെച്ചപ്പെടുത്താനായി തനിക്ക് ഈ മഹാഗുരുക്കന്മാർ പറഞ്ഞു തന്ന ഓരോ വഴികൾ തന്നെയാണ്. അവർ പറഞ്ഞതുപോലെ ഡോക്ടർക്ക് വേണ്ടിയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഇതുവരെയും സംഭവിച്ചത്. ഒരാളുടെ മരണവും ജനനവും നടക്കേണ്ടത് എപ്പോഴാണെന്ന് തീരുമാനിച്ചു വെക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ജീവിക്കുന്ന കാലഘട്ടത്തിൽ മഹാമനസ്കത, ദയ, കാരുണ്യം, വിശ്വാസം, സ്നേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ക്യാതറിനുമായുള്ള ഓരോ സംഭാഷണങ്ങളിലൂടെ ഈ മഹാഗുരുക്കന്മാർ നമ്മുടെ ഡോക്ടർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനുശേഷം ഡോക്ടറുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും ദേഷ്യം വരേണ്ട സമയങ്ങളിൽ തനിക്ക് ദേഷ്യം വന്നിട്ടില്ല എന്നും പകരം താൻ ശാന്തമായി സംസാരിച്ചു എന്നും ഡോക്ടർ പറയുന്നുണ്ട്. പിന്നീട് ഡോക്ടർ തൻ്റെ ഭാര്യയെയും കുട്ടികളെയും ഒക്കെ കാണുന്ന സമയത്ത് ഡോക്ടർക്ക് തന്നെ തോന്നുന്നുണ്ട്, ഇവരെ ഞാൻ മിക്കവാറും പൂർവ്വജന്മത്തിൽ കണ്ടിട്ടുള്ളതായിരിക്കാം, എനിക്കിവരെ പരിചയമുള്ളതായിരിക്കാം എന്നൊക്കെ. ഡോക്ടർ കാതറിനുമായുള്ള തൻ്റെ സംഭാഷണങ്ങളെല്ലാം തൻ്റെ ഭാര്യയായ കരോളിനുമായി എല്ലാ ദിവസവും വൈകുന്നേരം പങ്കുവച്ചിരുന്നു. ഡോക്ടറുടെ കഥകളെല്ലാം കേട്ടപ്പോൾ കരോളിന് മനസ്സിലായി തുടങ്ങി ഇതിലെന്തെങ്കിലും സത്യമുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ പിന്നീട് ചർച്ചകളൊക്കെ അവർ ഒന്നിച്ചായി തുടങ്ങി. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകെ അടുത്ത ഒരു സെഷന് വേണ്ടി കാതറിൻ വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് വരികയാണ്. ഇത്തവണ കാതറിൻ വന്നപ്പോൾ ഡോക്ടർ ആവട്ടെ അവളുടെ കഴിഞ്ഞ സെഷൻസിൽ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡോക്ടർ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നത് ഡോക്ടർ അവളെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഇത്ര ആത്മീയമായ കാര്യങ്ങളൊക്കെ അവൾ പറയുന്നതൊക്കെ. പക്ഷെ അതെല്ലാം കേട്ടപ്പോഴും അവൾ പറഞ്ഞത് താൻ ആ സമയത്ത് പറഞ്ഞതൊന്നും തനിക്കിപ്പോൾ ഓർമ്മയില്ലെന്നായിരുന്നു. കാതറിന്റെ കാര്യം നോക്കിയാൽ ഇവിടെ പ്രത്യേക രീതിയിലുള്ള മനോരോഗത്തിന് വേണ്ട ചികിത്സകളൊന്നും ഡോക്ടർ കാതറിനിൽ ചെയ്തിട്ടില്ല. ആകെ ഹിപ്നോട്ടിസം വഴി മാത്രം അത്രയേറെ ഇംപ്രൂവ്മെന്റ് ആയിരുന്നു കാതറിന്റെ കാര്യത്തിൽ കണ്ടു തുടങ്ങിയിരുന്നത്. സാധാരണഗതിയിൽ കാതറിന്റെ അതേ ലക്ഷണങ്ങളുമായിട്ട് ഏതെങ്കിലും രോഗി മനോരോഗ വിദഗ്ധരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരാദ്യം ഗുളികയും ട്രീറ്റ്മെന്റും ഒക്കെയാണ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ നമ്മുടെ ഡോക്ടർ സ്വീകരിച്ച ചികിത്സാ രീതി കാതറിന്റെ അസുഖത്തെ ഇപ്പോൾ ഓൾമോസ്റ്റ് പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ സെഷന് സമയമായി. അവൾ പുതിയൊരു ലൈഫിലേക്ക് പോയിരിക്കുന്നു. ഇവിടെ അവൾ ഉൾപ്പെടെ എല്ലാവരും രോഗബാധിതരാണെന്നാണ് അവൾ പറയുന്നത്. കുഷ്ഠരോഗം പോലെ എന്തോ ആണ്. അസുഖം ബാധിച്ച എല്ലാവരെയും കൂടെ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ അനുവാദമില്ല. ഇത് സമയം ഏതാണെന്നോ വർഷം ഏതാണെന്നോ അവൾക്കറിയില്ല. അവളിപ്പോൾ വൃദ്ധയാണ്. അങ്ങനെ അവൾ മരിച്ചു. അവളിപ്പോൾ ഒഴുകി നടക്കുന്നു. പിന്നീട് ആ പ്രകാശം വന്ന് അവളെ കൊണ്ടുപോകുന്നതും ഉടനെ തന്നെ അവൾ മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നതായും അവൾ ഓർക്കുന്നു. അവളുടെ പുനർജന്മം. അവൾ അവിടെയുള്ള തന്റെ ജീവിതം വിവരിക്കുന്നുണ്ട്. അത് കേട്ട ഡോക്ടർക്ക് 1500 BC മുമ്പ് അവളുടെ ഗ്രീസിലെ ആ ഒരു ജന്മത്തെപ്പറ്റി അവൾ പറഞ്ഞില്ലേ, ആ കാര്യം ഓർമ്മ വരുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ അവളുടെ അധ്യാപകനായിരുന്നല്ലോ, ഡയോജൻസ് എന്ന പേരുള്ള. നിനക്കിവിടെ ആരെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ഡോക്ടർ അവളോട് ചോദിക്കുന്നുണ്ട്. അതിനവൾ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞും കൂടെയുണ്ട്, പക്ഷെ ഇവരെ കണ്ട് പരിചയമില്ല. ഡോക്ടർ ഊഹിച്ചതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം അവളുടെ അധ്യാപകനാണ്. അദ്ദേഹത്തെ കാണാമെന്നവൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം നിൽക്കുന്നുണ്ട്. അയാൾ എന്തൊക്കെ നിരീക്ഷിക്കുകയാണെന്നും അവൾ പറയുന്നു. ഡയോജൻസ് എന്നാണ് താങ്കളുടെ പേരെന്നും അവൾ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ആകാംക്ഷയുണ്ടായ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് വേറെ എന്തെല്ലാം കൂടുതലായി നിനക്കറിയാമെന്ന്. അതിനവൾ പറയുന്നുണ്ട്, താങ്കൾ വൃദ്ധനാണ്, ഞാനുമായി നല്ല സൗഹൃദമാണ്, എൻ്റെ അമ്മയുടെ സഹോദരനാണ് താങ്കൾ. എൻ്റെ കുടുംബത്തിലെ വേറെ ആരെയെങ്കിലും അറിയാമോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അതിനവൾ മറുപടി പറയുന്നു, താങ്കളുടെ ഭാര്യയെയും കുട്ടികളെയും എനിക്കറിയാം. താങ്കൾക്ക് ആൺമക്കളാണുള്ളത്. അവരിൽ 2 പേർ എന്നേക്കാൾ മൂത്തവരാണ്. എന്നിട്ട് അവൾ അവളുടെ സ്വന്തം കാര്യം പറയുന്നുമുണ്ട്. അവളുടെ മാതാവ് ചെറുപ്പത്തിലെ മരിച്ചുപോയി എന്നും പിതാവാണ് വളർത്തിയതെന്നും ഇപ്പോൾ അവൾ ഗർഭിണിയാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസവ സമയത്തുണ്ടാവുന്ന മരണം തനിക്ക് പേടിയാണെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ അവൾക്ക് പ്രസവ വേദന അനുഭവപ്പെടുന്നു. അതേ വേദന ഇവിടെ ഡോക്ടറുടെ മുമ്പിൽ കിടക്കുന്ന കാതറിനും കാണിക്കുന്നുണ്ട്. ഡോക്ടർ അവളോട് ഒന്ന് ദീർഘമായി ശ്വസിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ കുഴപ്പമില്ല, വേദനയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുമുണ്ട്. അവളാണെങ്കിലോ പ്രസവ വേദന എടുത്ത് ഇവിടെ ഡോക്ടറുടെ മുമ്പിൽ കിടന്ന് അലറിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവൾ പറയുന്നു, എനിക്കൊരു പെൺകുഞ്ഞ് പിറന്നു, ഞാനിപ്പോൾ സന്തോഷവതിയാണ്, എൻ്റെ ഭർത്താവിനെയും എനിക്ക് കാണാം. അതിനുശേഷം ഒന്ന് മൗനമായ അവൾ വീണ്ടും പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞുള്ള കാലഘട്ടത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ അവളോട് ആ ഗ്രാമത്തിന്റെ പേര് ചോദിക്കുന്നുണ്ട്. അവൾ കത്തീന എന്ന് തുടങ്ങുന്ന എന്തോ ഒരു സ്ഥലമാണെന്ന് പറയുന്നുണ്ട്.
പക്ഷെ അവൾക്കത്ര ഉറപ്പില്ല. താങ്കൾ തന്നെ പറയൂ എന്നാണ് അവൾ ഡോക്ടറോട് പറയുന്നത്. ഇവിടെ അവൾ താങ്കൾ എന്ന് പറയുമ്പോൾ അവളുടെ അമ്മാവനായ ഒരു അധ്യാപകനാണല്ലോ ഇവിടെ ഡോക്ടർ. ആ ഒരു ഓർമ്മയിലാണ് അവളത് പറയുന്നത്. പക്ഷെ ഡോക്ടർക്കാവട്ടെ ആ സ്ഥലത്തെപ്പറ്റി ഒന്നും അറിയില്ല. ഇവിടെ ഡോക്ടർ തന്നെപ്പറ്റി കൂടുതൽ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് താങ്കൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണെന്നും ഭൂപടം നിർമ്മിക്കാറൊക്കെ ഉണ്ടെന്നാണ്. താങ്കൾ വളരെ ബുദ്ധിമാനാണെന്നും അവൾ പറയുന്നുണ്ട്. നമ്മൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടെന്നും താങ്കൾ വളരെ കനിവുള്ള ഒരാളാണെന്നും പറയുന്നുണ്ട്. ഇതിനു ശേഷം അവൾ പറയുന്നുണ്ട്, ഇപ്പോൾ അവളുടെ പിതാവിനെയും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും സഹോദരിയെയും ഒക്കെ അവൾക്ക് കാണാം. ഇതിൽ അവൾക്ക് ആകെ തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തി അവളുടെ പിതാവ് മാത്രമാണ്. മറ്റാരുമല്ല, എഡ്വേർഡ് ആണ്. അതായത് അവളുടെ സുഹൃത്തായ എഡ്വേർഡിന്റെ മുഖമുള്ള ആ വ്യക്തി. അതിനുശേഷം അവളുടെ പിതാവ് മരിച്ചു എന്നവൾ പറയുന്നുണ്ട്. അവൾക്ക് ദുഃഖം തോന്നുന്നുവെന്നും പറയുന്നു. അങ്ങനെ ആ ജന്മത്തിലെ കഥയ്ക്ക് ശേഷം ആ സെഷൻ അവസാനിക്കുകയാണ്. അതിനുശേഷം 3 ആഴ്ച കഴിഞ്ഞാണ് കാതറിൻ വീണ്ടും ഡോക്ടറെ കാണാനായി വരുന്നത്. ആ 3 ആഴ്ച കാലത്തിനിടയ്ക്ക് ഡോക്ടർ കാതറിൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആഴമായി ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നുമുണ്ട്. യാതൊരു മരുന്നും ഉപയോഗിക്കാതെ ഹിപ്നോട്ടിസം കൊണ്ട് മാത്രം അവളുടെ രോഗം മാറിയത് ഡോക്ടർക്ക് ഇപ്പോഴും അത്ഭുതകരമായ ഒരു ചിന്തയായിരുന്നു. കാതറിൻ ഇത്രയും നാളും പറഞ്ഞ കാര്യങ്ങളൊക്കെ പുനർജന്മമല്ലാതെ മറ്റെന്തെങ്കിലും ആകാൻ വഴിയുണ്ടോ, അവളുടെ മറ്റെന്തെങ്കിലും ചിന്തയാണോ എന്നൊക്കെ ഡോക്ടർ പലപ്പോഴും ചിന്തിക്കുകയും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്തുവെങ്കിലും ഇത് പുനർജന്മം തന്നെയാണ് എന്നതിലുപരി മറ്റൊന്നും അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളെ സ്വപ്നത്തിൽ കാണാറില്ലേ? ചിലപ്പോൾ തുടർച്ചയായി കാണാറുമുണ്ട്. പഠനങ്ങൾ പറയുന്നത് നമ്മൾ പൂർവ്വജന്മത്തിൽ കണ്ടുമുട്ടിയ ആരൊക്കെയോ ആണ് അതെന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ ഇപ്പോഴും ആ രൂപങ്ങൾ ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതും നമ്മളുടെ സ്വപ്നത്തിനിടയിൽ അവ ഉണരുന്നതും. ഇനി വീണ്ടും കാതറിനിലേക്ക് വരാം. പുതിയ ഒരു ഹിപ്നോസെഷൻ. അവൾ പുതിയൊരു ജീവിതകഥ പറയുകയാണ്. താൻ ഏതോ ഒരു ഗുഹയിലാണെന്നും തനിക്ക് ചുറ്റും വേറെ കുറച്ച് ആൾക്കാരുണ്ടെന്നും അവരിൽ കുറെ പേർ തലമുണ്ടനം ചെയ്ത ആൾക്കാരാണെന്നും പറയുന്നുണ്ട്. എന്തോ മതപരമായ ചടങ്ങാണ് നടക്കുന്നത്. അവൾ അവിടെ ധരിച്ചിരിക്കുന്ന വിചിത്രമായ വസ്ത്രത്തെക്കുറിച്ചും ആഭരണങ്ങളെക്കുറിച്ചുമെല്ലാം അവൾ വിവരിക്കുന്നുണ്ട്. അവൾക്ക് 16 വയസ്സ് പ്രായമുണ്ടെന്നാണ് അവൾ പറയുന്നത്. മാതാപിതാക്കളുടെ കൂടെയാണ് താമസം. ഇവിടെ ഒരു അസുഖം വന്ന് അവളുടെ അച്ഛനും സഹോദരനും മരിച്ചിരിക്കുന്നു. അമ്മ എങ്ങനെയോ രക്ഷപ്പെട്ടു, അവളും രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവൾ ക്ഷീണിതയാണ്. പിന്നെ അനേകം ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു മതമാണ് അവളുടെയെന്ന് അവൾ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ആ ദൈവങ്ങളുടെ ഒന്നും പേരുകൾ അവൾക്ക് ഓർമ്മയില്ല. എന്നാൽ ആ ദൈവങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് അടയാളങ്ങളൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവരെ കാണാൻ എങ്ങനെയാണെന്നൊക്കെ. ഇതിൽ നിന്നും ഡോക്ടർ മനസ്സിലാക്കിയത് അവൾ ഇപ്പോൾ ഈജിപ്തിലാണ്. ഈജിപ്ഷ്യൻ ദൈവങ്ങളുടെ കാര്യമാണ് അവൾ പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ അവളോട് നിന്റെ മരണസമയത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ഇവിടെ അവൾ മരിച്ചത് എങ്ങനെയാണെന്ന് അവൾ ഓർക്കുന്നില്ല. അവൾ വെളിച്ചത്തിനുള്ളിൽ പ്രവേശിച്ചു. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് അവൾ ഇപ്പോൾ പറയുന്നത്. അവൾ പറയുന്നു, ആരോ എന്നോട് സംസാരിക്കുന്നുണ്ട്. ക്ഷമയെക്കുറിച്ചാണ് എന്നോട് പറയുന്നത്. നല്ല ക്ഷമയോടെ ഇരിക്കണമെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സമയമാകുമ്പോൾ താങ്കൾക്കും എല്ലാം പറഞ്ഞു തരുമെന്ന് അവളിലൂടെ സംസാരിക്കുന്ന ആ ശബ്ദം ഡോക്ടറോട് പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഹിപ്നോസെഷൻസും മുൻപോട്ട് കടന്നു പോകുന്തോറും കാതറിന്റെ അസുഖങ്ങൾ പതിയെ പതിയെ കുറഞ്ഞു വരികയാണ്. അവൾ പൂർണ്ണ സന്തോഷവതിയായി കാണപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്നിപ്പോൾ പുതിയൊരു സെഷന് സമയമായിരിക്കുന്നു. അവളിപ്പോൾ 20-ാം നൂറ്റാണ്ടിലെ ഏതോ ഒരു സ്ഥലത്താണ്. ഇവിടെ അവൾക്ക് ബോംബ് ആക്രമണത്തിൽ തകർന്നുപോയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം. അവളിപ്പോൾ ബോംബ് ആക്രമണത്തിൽ പരിക്കേറ്റവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ കാണാൻ എങ്ങനെയാണെന്നും അവൾ പറയുന്നുണ്ട്. നിന്റെ പേരോ പ്രായമോ ജോലിയോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ അവൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിലും അവൾ പറയുന്നുണ്ട്, ഞാൻ വിമാനം പറത്തുന്ന ഒരാളാണ്. എന്നിട്ട് കാതറിൻ വിമാനത്തെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ കാര്യമായി സംസാരിക്കുന്നുണ്ട്. വിമാനത്തെക്കുറിച്ചാകട്ടെ അവൾക്ക് ഒരു അറിവുമില്ല. ഫ്ലൈറ്റിൽ കയറാൻ വളരെയധികം പേടിയുള്ള ഒരാളും കൂടെയാണ് അവൾ. എന്നിട്ടും ഇവിടെ വിമാനത്തെപ്പറ്റി അവൾ ഒരുപാട് വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നു, ശരി, യുദ്ധത്തിന് മുമ്പുള്ള സമാധാനം നിറഞ്ഞ ആ സമയത്തിലേക്ക് നിനക്ക് കടന്നു പോകാമോ? അപ്പോൾ കാതറിൻ അതിന് മറുപടിയായി സംസാരിച്ചു തുടങ്ങുന്നു. എറിക് എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു സ്വർണ്ണ തലമുടിയുള്ളൊരു പെൺകുട്ടിയെയും കാണുന്നുണ്ട്. ആ നിന്റെ കുട്ടിയാണോ ഡോക്ടർ ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, ആണെന്ന് തോന്നുന്നു. മാർഗോട്ടും എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ ഒരു വിനോദയാത്ര പോവുകയാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, മാർഗോട്ട് അല്ലാതെ വേറെ ആരെങ്കിലും കൂടെയുണ്ടോ? അപ്പോൾ അവൾ പറയുന്നു, ഒരു സ്ത്രീയെ കാണാം, പക്ഷേ അത് ആരാണെന്ന് അറിയില്ല. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, ഈ മാർഗോട്ടിനെ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ?
അപ്പോൾ അവൾ പറയുന്നു, അതെ, എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, അവൾ ജൂഡിയാണ്. ഈ ജൂഡി കാതറിന്റെ വർത്തമാന ജീവിതത്തിലെ അടുത്ത സുഹൃത്താണ്. എങ്ങനെയാണെന്നറിയില്ല, ഈ ജീവിതത്തിൽ അവൾ ജൂഡിയെ കണ്ടപാടെ എങ്ങനെയോ അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സായി മാറുകയായിരുന്നു. ഇതിനുശേഷം അവൾ വീണ്ടും യുദ്ധം നടന്ന കാലത്തെപ്പറ്റി ഓർത്തെടുത്ത് പറയുന്നുമുണ്ട്. അവൾ മരണപ്പെട്ട സമയവും അവൾ ഓർത്തെടുത്ത് പറയുന്നു. യുദ്ധത്തിൽ തന്നെയാണ് അവളുടെ മരണം. മരണശേഷം എപ്പോഴും നടക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ, മാറ്റമൊന്നുമില്ല. അതിനുശേഷം അവൾ കുറച്ചു നേരം മൗനമായിരുന്നു. എന്നിട്ട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഡോക്ടർക്ക് മനസ്സിലായി, ഈ സംസാരിക്കുന്നത് കാതറിനല്ല, ആ മഹാഗുരുവാണ് അവളുടെ ഉള്ളിലൂടെ സംസാരിക്കുന്നത്. മറ്റുള്ളവരുടെ മനസ്സിൽ നിന്നും ഭയം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യമെന്നും നിങ്ങളുടെ ചുറ്റുപാടെ നല്ല രീതിയിൽ മനസ്സിലാക്കണമെന്നും മനുഷ്യരുടെ പ്രശ്നങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കണമെന്നുമൊക്കെ ഈ ഗുരു ഡോക്ടറോട് ഉപദേശിക്കുന്നുണ്ട്. അതോടൊപ്പം അവൾ പറയുകയാണ്, ആത്മീയ ലോകത്തെ ഓരോ തലങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഡോക്ടർ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ ഗുരുവിലൂടെ കാതറിൻ പറയുന്നത്. ഇത് കേട്ട ഡോക്ടർക്ക് അത്ഭുതമായി. ഞാനത് പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്നോ? അതിനർത്ഥം ഞാനും അവിടെ എത്തിച്ചേരാറായി എന്നാണോ? അതുകൊണ്ട് തന്നെ ഡോക്ടർ ഗുരുവിനോട് ചോദിക്കുകയാണ്, ഞാൻ അവിടെ എത്തിച്ചേരാറായി എന്നതിന് അർത്ഥം എന്താണ്? അതിന് ഗുരു പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിരിക്കുന്നു. എങ്കിലും നിങ്ങൾ കുറെ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാവരോടും ക്ഷമാശീലനായിരിക്കണം. ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ ഊർജവും സമയവും ഒരിക്കലും പാഴാക്കരുത്. ഇത്രയും പറഞ്ഞിട്ട് ആ ശബ്ദം നിശബ്ദമായി, അതായത് കാതറിൻ സംസാരിക്കുന്നത് നിർത്തി. അതിനുശേഷം ഡോക്ടർ ചിന്തിക്കുകയാണ്, ഈ അറിഞ്ഞ കാര്യങ്ങളെല്ലാം മറ്റാളുകളെയും കൂടെ അറിയിക്കണം. അവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത്. പക്ഷേ അവരോട് ഇതൊക്കെ എങ്ങനെ പറയും? പറഞ്ഞാൽ അവരെങ്ങനെ ഇതെല്ലാം മുഖവിലക്കെടുക്കും? അവരിതൊക്കെ വിശ്വസിക്കുമോ എന്നൊക്കെ ഡോക്ടർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും ഇത് അറിയിക്കാൻ ഡോക്ടർ ആഗ്രഹിക്കുന്നതിന് അദ്ദേഹത്തിന് വ്യക്തമായ കാരണമുണ്ട്. മരണത്തിന്റെയും ജീവിതത്തിന്റെയും യാഥാർത്ഥ്യം എന്തെന്നും നമ്മൾ ഈ ലോകം വിട്ടു പോയാലും നമുക്ക് വേറൊരു ജീവിതമുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ സാധാരണ മനുഷ്യർ അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മരണത്തെക്കുറിച്ചുള്ള ഭയം ഇല്ലാതെയാകുമെന്നൊക്കെയാണ് ഡോക്ടറുടെ ഒരു ചിന്ത. അത് ഈ ജീവിതത്തിൽ അവരെ സന്തോഷമായിരിക്കാൻ സഹായിക്കുമെന്ന് ഡോക്ടർ വിചാരിക്കുന്നു. ഇനി വീണ്ടും കാതറിനിലേക്ക്. ആ സെഷൻ കഴിഞ്ഞ് വീണ്ടും പുതിയൊരു സെഷനിൽ കാതറിൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുകയാണ്. അവൾ പറയുന്നു, ഗിഡിയോൺ എന്ന പേരുള്ള ആരോ എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗിഡിയോണിന്റെ പ്രസൻസ് നല്ല ഒരു സുഖമാണ് നൽകുന്നത്. എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അയാൾ പ്രത്യക്ഷപ്പെടും. ഇവിടെ മറ്റ് ആത്മാക്കളുമുണ്ട്. അവർ വരികയും പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നീടൊന്ന് മൗനം പാലിച്ച അവൾ ഇപ്പോൾ വീണ്ടും സംസാരിക്കുകയാണ്. അവളിപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ്. ഇവിടെ അവൾക്ക് കുറെ കുതിരകളെ കാണാമെന്ന് പറയുന്നുണ്ട്. അവളുടെ വീട്ടിൽ ഒരു വിവാഹാഘോഷം നടക്കുകയാണ്. മറ്റാരുടെയുമല്ല, അവളുടെ സഹോദരിയുടേതാണ്. സഹോദരിയെ സൂക്ഷിച്ചു നോക്കിയ കാതറിൻ പറയുന്നുണ്ട്, അത് ബെക്കിയാണല്ലോ. ഈ ബെക്കി എന്ന് പറയുന്നത് അവളുടെ വർത്തമാന ജീവിതത്തിലെ അവളുടെ മറ്റൊരു സുഹൃത്താണ്, സഹപ്രവർത്തകയുമാണ്. ആ ബെക്കിയുടെ മുഖഛായയാണ് ആ ജന്മത്തിൽ അവളുടെ സഹോദരിക്ക്. അപ്പോൾ ഡോക്ടർ കാതറിനോട് ചോദിക്കുന്നുണ്ട്, നീ അവിടെയുള്ള എല്ലാവരെയും സൂക്ഷിച്ചു നോക്കൂ. നിന്റെ മാതാവിനെയും പിതാവിനെയും ഒക്കെ നോക്കിയിട്ട് പറയൂ, അവരുടെ മുഖം നിനക്ക് പരിചയമുണ്ടോ? അവരെ ഒന്ന് നോക്കിയ കാതറിൻ പിന്നീട് പറയുന്നു, അമ്മയുടെ മുഖം അവൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി അവൾ ആശ്ചര്യത്തോടെ പറഞ്ഞു, അത് സ്റ്റുവേർട്ട് ആണല്ലോ. സ്റ്റുവേർട്ടിനെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവളുടെ ഇപ്പോഴത്തെ ജീവിതത്തിലെ കാമുകനാണ് സ്റ്റുവേർട്ട്. ആ ജന്മത്തിൽ സ്റ്റുവേർട്ടിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഡോക്ടർ കാതറിനോട് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി അവൾ പറയുന്നത് അയാൾ വളരെ സ്നേഹസമ്പന്നനായ ഒരു പിതാവാണെന്നാണ്. ഇതൊക്കെ പറഞ്ഞ ശേഷം കാതറിൻ ഡോക്ടറോട് പറയുന്നുണ്ട്, ഈ ജന്മത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ അവൾക്ക് താല്പര്യമില്ല, കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുമില്ല, അതുകൊണ്ട് ഇവിടെ നിർത്താമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സെഷൻ അവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർ ആവട്ടെ കാതറിനുമായുള്ള ഈ കാര്യങ്ങളൊന്നും അധികം ആരോടും പങ്കുവെക്കാറില്ല. കാരണം പെട്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന ഒരു കാര്യമല്ലല്ലോ അത്. എന്നിരുന്നാൽ പോലും തന്റെ സഹധർമ്മിണിയായ കരോളിനോട് ഡോക്ടർ ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും പറയുമായിരുന്നു. ഇങ്ങനെ ഓരോ ദിവസവും കാതറിന്റെ മൊത്തമുള്ള ഈ സംസാരങ്ങൾ തുടർന്നു പോയിക്കൊണ്ടിരിക്കും തോറും പുനർജന്മമില്ല, ആത്മാക്കളില്ല എന്നുള്ള ഡോക്ടറുടെ മനസ്സിലെ ആ വിശ്വാസം പതിയെ പതിയെ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഡോക്ടറും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വിശ്വാസിയായി മാറാൻ തുടങ്ങിയിരിക്കുന്നു.
തൻ്റെ വിശ്വാസം ഒന്നും കൂടെ ഉറപ്പിക്കാനായി കാതറിനുമായുള്ള സെഷൻസ് റെക്കോർഡ് ചെയ്തു വെച്ച ആ ടേപ്പുകൾ ഡോക്ടർ ഇടയ്ക്കിടെ കേട്ടുകൊണ്ടിരുന്നു. അതിലെ ആ നാടകീയത കേൾക്കാൻ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഡോക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതശൈലി കുറച്ചുകൂടെ ലളിതമായി മാറി. മറ്റുള്ളവരുമായി സത്യസന്ധമായി ഇടപെടാനായി അദ്ദേഹം തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബജീവിതവും വളരെ സ്നേഹഭരിതമായി മാറി. കാതറിനിൽ നിന്നും ഡോക്ടർക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങളും ഓരോ അറിവുകളും കൂടുതൽ ആളുകളിലേക്ക് പങ്കുവെക്കാനുള്ള ആഗ്രഹം ഡോക്ടറിൽ കൂടി വന്നുകൊണ്ടിരുന്നു. അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടൊക്കെ ഈ കാര്യങ്ങൾ ഒന്നൊന്നായി പറയാൻ തുടങ്ങി. ഇത് കേട്ട് സുഹൃത്തുക്കൾക്കും കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസയും താല്പര്യവും വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഡോക്ടറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ ആ സുഹൃത്തുക്കൾ അവരുടെ ലൈഫിൽ അവർക്കുണ്ടായ ഇതുപോലത്തെ ഓരോ അനുഭവങ്ങളൊക്കെ ഡോക്ടറോട് പറയാനായി തുടങ്ങി. എന്നാൽ ഇവരിൽ പലരും ഈ കാര്യങ്ങളൊന്നും തങ്ങളുടെ സ്വന്തം ഭാര്യമാരോട് പങ്കുവച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിലും വലിയ യാഥാർത്ഥ്യം. സാധാരണ ആളുകൾ ഈ കാര്യങ്ങൾ പറയാൻ വലിയ മടി കാണിക്കാറില്ല ഡോക്ടറോട്. എന്നാൽ അതേസമയം വലിയ വലിയ തലപ്പത്തിരിക്കുന്ന ആൾക്കാരും രാജ്യാന്തര തലത്തിൽ പ്രശസ്തി ആർജിച്ച കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഡോക്ടറുടെ പരിചയക്കാരും സഹപ്രവർത്തകരൊക്കെ. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് തങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായി എന്നൊക്കെ പറയാനായിട്ട് ഏറ്റവും ഒരു മടി. അവരത് തുറന്നു പറഞ്ഞാൽ അവരുടെ ആ ഒരു ആത്മാഭിമാനത്തിന് കുറവുണ്ടാകുന്നത് പോലെയും ഒക്കെ ഒരു തോന്നലാണ് അവർക്കെന്ന് ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരു ഉദാഹരണം ഡോക്ടർ പറയുന്നു. പ്രശസ്തനായ ഒരു മെഡിക്കൽ കമ്പനിയുടെ തലവൻ ഇവരുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മരിച്ചുപോയ തന്റെ പിതാവുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടെന്നും ആ കമ്മ്യൂണിക്കേഷൻ മുഖാന്തരം പലപ്പോഴും പല അപകടസന്ധികളിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടെന്നും അയാൾ പറയുന്നു. വേറൊരു പ്രൊഫസർ പറഞ്ഞതാവട്ടെ, താൻ നടത്തുന്ന ഗവേഷണ സംബന്ധമായ കാര്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ തനിക്ക് സ്വപ്നത്തിൽ കൂടി എവിടെ നിന്നും ആരോ പറഞ്ഞു തരാറുണ്ടെന്നായിരുന്നു. മറ്റൊരു ഡോക്ടർ പറഞ്ഞ കാര്യമാകട്ടെ, തനിക്ക് ടെലിഫോണിൽ കൂടെ ഓരോ രോഗികളിലേക്ക് കോള് വരുമ്പോൾ ആ വിളിക്കാൻ പോകുന്നത് ആരാണെന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നുവെന്നാണ്. മറ്റൊരു PhD നേടിയ ഒരു സ്ത്രീ പറഞ്ഞത്, അവർ ഗവേഷണ സംബന്ധമായിട്ട് റോമിലേക്ക് പോയപ്പോൾ അവിടെ ചെന്നപാടെ ആദ്യമായി കാണുന്ന സ്ഥലമാണെങ്കിൽ പോലും അവർക്ക് ഈ സ്ഥലമൊക്കെ നല്ല പരിചയമുള്ളതായി തോന്നിയെന്നും അവിടെയുള്ള പല സ്ഥലങ്ങളിലേക്കും അവർ അനായാസമായി പോയി എന്നും കണ്ട് മനസ്സിലാക്കിയെന്നുമൊക്കെയാണ് അവർ പറയുന്നത്. ഒരിക്കൽ പോലും ഇറ്റലിയിൽ പോയിട്ടില്ലാത്ത അവർ ഇറ്റലിക്കാർക്ക് സുപരിചിതമായ രീതിയിൽ അവിടുത്തെ ഒരു പൗരയെപ്പോലെ സംസാരിച്ചു എന്നും അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ ഡോക്ടർക്ക് തോന്നുകയാണ്, എന്തുകൊണ്ടാണ് ഇത്ര യോഗ്യതയുള്ള ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് സംഭവിച്ച ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാരോട് പറയാതെ മറച്ചു വെച്ചതെന്ന്. ഒരു കണക്കിന് നോക്കിയാൽ ഡോക്ടറും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അങ്ങനെ കാതറിൻ എന്ന രോഗിയുമായി തനിക്കുണ്ടായ ആ അനുഭവം, അതിലൂടെ തനിക്ക് ലഭിച്ച പുതിയ ജ്ഞാനം, അത് തൻ്റെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിച്ചു എന്ന് വിവരിച്ചുകൊണ്ടാണ് ഡോക്ടർ ബ്രയൻ എൽ വീസിൻ്റെ ഈ ഒരു ആത്മകഥ ഇവിടെ അവസാനിക്കുന്നത്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കഥ തന്നെ ആയിരിക്കും മിക്കവാറും ഇത്. എന്നാലും ഈ പുസ്തകത്തിലൂടെ എനിക്ക് ലഭിച്ചത് പുതിയൊരു അറിവാണ്. നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഇതുമായി കണക്ട് ചെയ്യാൻ സാധിച്ചേക്കും. ഈ പുസ്തകം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണേ. വീണ്ടും നല്ല ഒരു സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. Until then, bye from Spoken Volumes.